ഇന്നത്തെ തുടക്കം എന്ന് പറയുന്നത് തന്നെ വീടിന് പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ടാണ്. പിന്നെ ആകാശവും പിന്നെ നല്ല ചെടികളും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ഈ ദിവസം തുടങ്ങുന്നത്. ഈ വീട്ടിന് മുറ്റത്തുള്ള തന്നെ കുറച്ച് ചെടികളാണ്. അവിടെ പുല്ലും അതൊക്കെ മുളച്ചിട്ടുണ്ട്. എല്ലാം അടിച്ച് വാരേണ്ടത്ര എത്ര അടിച്ചിട്ടും കാര്യമില്ല. പിന്നെയും ഇലകളിങ്ങനെ വീണെടുക്കുകയാണ്. കുട്ടികളിതാ എല്ലാം ഉറക്കം എണീറ്റിട്ടില്ലേ ബെഡിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഹസിനാണെങ്കിലില്ലേ അവളുടെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഞാൻ നേരെ കിച്ചണിൽ പോയി പിന്നെ കറി ഉണ്ടാക്കി. ഇന്ന് മുട്ടക്കറി ഉണ്ടാക്കാനാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ മുട്ടക്കറിക്കുള്ള തയ്യാറെടുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ ഉള്ളി ടൊമാറ്റോ ഇതൊക്കെ അരിഞ്ഞ് ഞാൻ മുട്ടക്കറി ഉണ്ടാക്കാൻ തുടങ്ങി. പിള്ളേർ ഒറ്റക്കാക്കിയിട്ടാണ് അവിടെ റൂമിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കിച്ചണിലാണ് ഞാനുള്ളെങ്കിലും എൻ്റെ പാതി മൈൻഡ് മൊത്തം ഉള്ളത് ബെഡ്റൂമിലാണ് കേട്ടോ. അവരെന്തായിരിക്കും അങ്ങനെയുള്ള ചിന്തകളാണ്. അങ്ങനെയല്ല എല്ലാവർക്കും. ചെറിയ കുട്ടികളാകുമ്പോൾ അവരെ ഒരു നേരം എന്ത് സൗണ്ടൊന്നും കേട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ടെൻഷനായിരിക്കും. അവരെന്തായിരിക്കും അല്ലെങ്കിൽ എന്ത് പണി ഒപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു ചിന്തയാണ്. പണിയൊക്കെ കഴിഞ്ഞില്ലേ ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഇരിക്കാൻ നോക്കുമ്പോഴായിരിക്കും അവരെന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചിട്ടുണ്ടാവും. പിന്നെയും പണി തന്നുകൊണ്ടിരിക്കും. നീ വെറുതെ ഇരിക്കല്ലേ ഉമ്മ ആ ഒരു ഈലില്ലേ ഇങ്ങനെ പണി തന്നുകൊണ്ടിരിക്കും. അതിൻ്റെ അടുക്കാണ് ഈ മുട്ട പൊട്ടിച്ചിട്ടാകുമ്പോൾ ഇല്ല അതിൻ്റെ ഉള്ളിലെ ആ മഞ്ഞക്കുരു, ഞങ്ങൾ കാമ്പെന്നാണ് പറയുക, അത് പുറത്തോട്ട് വരുന്നില്ല. അതിനെങ്ങനെ കുലുക്കി താഴെ ഇട്ടതാണ്. അങ്ങനെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഒഴിക്കുന്നുണ്ട്. കറി ഉണ്ടായി, പക്ഷേ പിള്ളേർക്ക് മുട്ടക്കറി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് നനഞ്ഞ മുട്ട എടുത്തിട്ട് കറി വെക്കാണ്. അതിൻ്റെ ഇടയിൽ ഇസാനില്ലേ ചായപാത്രം, അവർ ചായ എന്ന് പറഞ്ഞാലില്ലേ വേറെ ഒന്നും വേണ്ട എനിക്ക്. അതിനൊരു ചായപാത്രം വലിക്കാൻ നോക്കുന്നുണ്ട്. ഐസ എണീറ്റ് വന്നിട്ട് മേസിനെ എടുത്തിട്ട് നിന്നിട്ട് അവളും കളിക്കുന്നുണ്ട്. പിന്നെ നേരെ ബെഡ് ഹംദാനാണെങ്കിൽ ഇല്ലേ ബെഡിൽ നിന്ന് എണീറ്റില്ല, അവൻ എണീക്കാനായിട്ടില്ല. എണീറ്റിട്ടുണ്ടെങ്കിലില്ലേ അവൻ ആ അടുത്ത കുറച്ച് ടൈം അവൻ്റെ സമയമാകുമ്പോൾ അവൻ എണീക്കത്തുള്ളൂ. അങ്ങനെയാണ് അവൻ്റെ ശീലം. ഞാൻ ജസ്റ്റ് അവരൊന്ന് നോക്കിയിട്ട് പിന്നെയും കിച്ചണിൽ പോയി ദോശയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ദോശ ഉണ്ടാക്കാനൊക്കെ ചട്ടിയൊക്കെ വെച്ച് അപ്പുറത്തെ അടുപ്പിൽ കറി റെഡിയാകുന്നുണ്ട്. അതിനിവിടെ ഞാൻ ദോശ കല്ല് വെച്ചിട്ട്, ഞങ്ങൾ ദോശ ചട്ടി എന്ന് പറയും, ദോശേൻ്റെ ചട്ടി എന്ന് പറയും. നിങ്ങളെന്താ പറയണമെന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ അതിലങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി. ഇതിന് ഞങ്ങൾ ദോശ തന്നെയാണ് പറയുന്നത്, വേറൊന്നും പേരൊന്നും പറയുന്നില്ല. നിങ്ങളെന്താണ് ഈ ദോശയൊക്കെ പറയുന്നത് അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. ചില നാട്ടിലൊക്കെ പറയുന്നുണ്ട് നീർദോശ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ നീർദോശ എന്ന് പറയും, ഞങ്ങൾ ദോശയെന്ന് പറയും. അങ്ങനെ അവർക്ക് നല്ല മൊരിഞ്ഞ് വേണം, ഞങ്ങൾ ഇവിടെ കാഞ്ഞിട്ടെന്ന് പറയും, മൊരിഞ്ഞിട്ട് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ പിന്നെയും ഞാൻ പിള്ളേരെ പോയിട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ബെഡിൽ കളിക്കുന്നുണ്ട്. മേസിനാണെങ്കിൽ എൻ്റെ അടുത്ത് വരാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ബഹളം ഇതൊക്കെ ആയിട്ട് ഫുഡൊക്കെ അങ്ങനെ റെഡിയായി. അങ്ങനെ ഞാൻ ആദ്യം മെഹസിൻക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവന് എല്ലാവരായിട്ടും രാവിലെ എണീറ്റ ആളാണ് മെഹസിന്. അവന് വായിൽ വെച്ച് കൊടുക്കാൻ നോക്കുമ്പോൾ ഇല്ലേ അവനെ സമ്മതിക്കില്ല, പാത്രം അവൻ്റെ അടുത്ത് വെക്കുക. പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വായിൽ വെച്ച് കൊടുത്ത് അന്നേരം ഇതാക്കി. ആ പ്ലേറ്റ് നമ്മൾ അടുത്തോട്ട് അവൻ വെക്കാൻ സമ്മതിക്കില്ല, അവൻ്റെ അടുത്ത് തന്നെ വെച്ച് കൊടുക്കണം, എന്നാലേ റെഡിയാവും. തിരക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഒക്കെ പണിയൊക്കെ കുറച്ച് ഏകദേശം ഒരുക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഒന്ന് കസിൻ്റെ വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ലക്ഷ്യനെ വിളിച്ചിട്ട് കസിൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോവാണ്. കുറേ പോയിട്ട് ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ഉമ്മാൻ്റെ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പോവും. പിന്നെ അങ്ങനെ കസിൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇറങ്ങിയാണ്. ആരുമില്ല, ഞാനും എൻ്റെ പിള്ളേരും പിന്നെ എൻ്റെ ഏട്ടത്തി താത്തയുടെ മോളെയും കൂട്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. പിന്നെ ഞാൻ കുറേ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. വൈകുന്നേരം വരാമെന്ന് കരുതിയിട്ട് പോയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് വരാം ആ രീതിക്കൊന്ന് പോയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.